അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ മങ്കൂസ് മൗലിദിൻ്റെ അടുത്ത ഭാഗം വലമ്മൻ തഖല നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹ ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറ വസാദൽ കുർസിയ്യു ഹൈബത്തൻ വവഖാറ وامتلأت السماوات أنوارا ولجت الملائكة تهليلا واستغفارا فأصبحت آمنة تلك الليلة والأنوار تلوح في جبهتها المؤتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات. എന്താ ഇതിൻ്റെ അർത്ഥം? വലമ്മൻ തഖല നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം നീങ്ങിയപ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലേക്ക്. ഇഹ്തസ്സൽ അർശു, ആ സമയത്ത് അർശ് പ്രകമ്പനം കൊണ്ടു. തൊറബം വസ്തിബ്ശാറ, സന്തോഷം കൊണ്ടും ആഹ്ലാദം കൊണ്ടും. വസാദൽ കുർസിയ്യു ഹൈബത്തം വവഖാറ, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന് പ്രൗഢിയും ഗാംഭീരവും വർദ്ധിച്ചു. വംതലഅത്തിസ് സമാവാതു അൻവാറ, ആകാശങ്ങൾ പ്രകാശങ്ങളാൽ നിറഞ്ഞു. വലജ്ജത്തിൽ മലായികത്തു തഹ്ലീലൻ വസ്തിഗ്ഫാറ, മലക്കുകൾ ഇസ്തിഗ്ഫാറും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് ശബ്ദമുണ്ടാക്കി. ഫഅസ്ബഹത്ത് ആമിനത്തു റളിയല്ലാഹു അൻഹ തിൽക്കൽ ലൈലത വൽ അൻവാറു തലൂഹു ഫീ ജബ്ഹതിഹൽ മുഅ്തമിന. ആ രാത്രി കഴിഞ്ഞു പ്രഭാതത്തിലായപ്പോൾ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ നിർഭയത്വം തുളുമ്പുന്ന ആ നെറ്റിത്തടം പ്രകാശം കൊണ്ട് തിളങ്ങുന്നതായി മാറി. വ അമിനത് ബിഹി മിനൽ മഖാവിഫിൽ കാമിന, ഒളിഞ്ഞിരിക്കാറുള്ള എല്ലാ ഭയപ്പാടുകളിൽ നിന്നും ആമിന ബീവി റളിയല്ലാഹു അൻഹ നിർഭയത്വമുള്ളവരായി. മഹദി അവർക്ക് യാതൊരു പേടിയും ഇല്ല. വലഹറത്തിൽ ഇന്തിഖാലി നൂരിഹിൽ ആയാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനൂറ് ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലേക്ക് നീങ്ങിയതിന് ഒരുപാട് തെളിവുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. വതബാശറത് ബിഹി ജമീഉൽ മഖ്ലൂഖാത്ത്, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പരസ്പരം സന്തോഷം പ്രകടിപ്പിച്ചു. ഇതാണിപ്പോൾ ഇതിൻ്റെ വാക്കർത്ഥം. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹും ആമിന ബീവി റളിയല്ലാഹു അൻഹയും ശിഅബ് അബൂ ത്വാലിബിൽ താമസിക്കുന്ന സമയത്താണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നത്. ഭൂമി ലോകത്ത് നടക്കുന്ന അസാധാരണ സംഭവങ്ങളോടനുബന്ധിച്ച് ആകാശത്തും ചിലപ്പോൾ പ്രതിഫലനങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ നോക്കൂ, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായപ്പോൾ ആ വഫാത്തിനോടനുബന്ധിച്ച് അർശ് പ്രകമ്പനം കൊണ്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. റമളാൻ മാസം കടന്നു വരുമ്പോൾ സ്വർഗലോകം അലങ്കരിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മളൊക്കെ കിതാബിൽ വായിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ റൂഹ്, ഏറ്റവും വലിയ ഉപ്പ, എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും നേതാവ്, ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നീ സ്ഥാനപ്പേരെല്ലാം ലഭിച്ചവരാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ ആ മുത്തുനബിയുടെ വരവോടനുബന്ധിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി ഗർഭം ചുമന്ന രാത്രി നിരവധി മഹാത്ഭുതങ്ങൾ ഉണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുറൈശികളുടെ മൃഗങ്ങളെല്ലാം മനുഷ്യർ സംസാരിക്കുന്ന പോലെ വളരെ മനോഹരമായി സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്നുവെന്നും ദുനിയാവിൻ്റെ ഇമാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നുമായിരുന്നു ആ മൃഗങ്ങളുടെ സംസാരങ്ങൾ. അൽ മവാഹിബുൽ ലദുന്നിയയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ചത് ഖുറൈശി ഗോത്രത്തിലെ എല്ലാ ജ്യോത്സ്യന്മാരും മറ്റാരും അറിയിക്കാതെ തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷിയാകുന്നു. ലോകരാജാക്കന്മാരുടെ കിരീടങ്ങളും ഇരിപ്പിടങ്ങളും തലകീഴായി മറിഞ്ഞു വീഴുന്നു. രാജാക്കന്മാരെല്ലാം സംസാരിക്കാൻ കഴിയാത്തവരായി മാറിപ്പോകുന്നു. ഭൂമി നല്ല പച്ചപ്പുള്ളതായി മാറുന്നു. മരങ്ങളെല്ലാം കായ്ക്കനികൾ കൊണ്ട് സമ്പുഷ്ടമാകുന്നു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഗർഭം ചുമന്ന ആ വർഷം അവിടത്തോടുള്ള ആദരവ് കാരണം അള്ളാഹു ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ആൺകുട്ടികളെ ഗർഭം ധരിക്കാനുള്ള അവസരം വരെ നൽകിയിട്ടുണ്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം കൊണ്ട് ഭൂമിയെ വരവേൽക്കാൻ കാത്തു നിൽക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം അത് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മളെ അടയാളപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ മഹത്വം ധാരാളം പഠിക്കാനും കേൾക്കാനും അത് ജീവിതത്തിലൊന്ന് ഏറ്റെടുത്ത് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഇനിയും വർദ്ധിപ്പിക്കാനും നമ്മുടെ ഈ ചെറിയ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉപകാരപ്പെടട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.